ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നല്ല ഒരു ദിവസം നിനക്ക് നേരിയ. ഈശോ നിൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ട്, നിൻ്റെ കുടുംബത്തിലേക്ക് വന്നിട്ട് നിന്നെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ കൂടെ ആയിരിക്കുമ്പോൾ ഈശോയുടെ വചനങ്ങൾക്കെന്നും വില കൊടുക്കണം. ഈശോയുടെ വചനത്തിൻ്റെ ആഴെന്ന് പറയുന്നത് സ്നേഹവും കാരുണ്യവും. അത് നീ ജീവിതത്തിൽ എപ്പോഴും കൊണ്ടു നടക്കണം. ഈശോ പഠിപ്പിക്കുന്ന വളരെ മനോഹരമായ ഒരു ഉപമയാണ് ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ. ആ ഉപമയുടെ അന്ത്യത്തിൽ നമുക്കറിയാം, ലാസർ അനുഗ്രഹിക്കപ്പെടുന്നു, ധനവാൻ ശിക്ഷിക്കപ്പെടുന്നു. ശിക്ഷിക്കപ്പെട്ടപ്പോൾ ധനവാൻ പറയാണ്, ഒരു കാര്യം ചെയ്യാവോ, ഈ ലാസറിനെ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് ഒന്ന് അയക്കാവോ, എൻ്റെ സഹോദരങ്ങളൊക്കെ ഉണ്ട്. ഈശോ കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 16-ാം അധ്യായം 29-ാം തിരുവചനം. അബ്രാഹാം പറഞ്ഞു, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് കേൾക്കട്ടെ. ലാസറിനെ അയക്കാവോ എന്ന് ചോദിച്ചപ്പോൾ പറയാണ്, അവർക്കുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്, മോശയും പ്രവാചകന്മാരും അവിടെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിൻ്റെ എല്ലാ മൊഴികളും അവരോട് കൂടെയുണ്ട്. അവർക്ക് വിശുദ്ധ ഗ്രന്ഥമുണ്ട്, അവരത് കേൾക്കട്ടെ. പുതിയ സംവിധാനങ്ങൾ വർക്കൗട്ട് ചെയ്യില്ല, അത് പിന്നീട് പറയുക. മരിച്ചവരെന്നൊരാൾ ഇതിൽ വിശ്വസിക്കാത്തവർ മരിച്ചവരെന്നൊരാൾ ചെന്ന് പറഞ്ഞാലൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. പ്രിയ സഹോദര സഹോദരി, നിനക്ക് വേണ്ടതെല്ലാം നിന്റെ മുമ്പിൽ നൽകപ്പെട്ടിട്ടുണ്ട്. നിന്റെ മുമ്പിൽ ഒരു വചനമുണ്ട്, വചന ഗ്രന്ഥമുണ്ട്. പിന്നെ എന്തിനു നീ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുക? ദൈവം നിനക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത്, നീ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ദൈവം തന്നിട്ടുണ്ട്, ഒന്ന് ഫോളോ ചെയ്യാവോ? ഈശോയ്ക്ക് വേണ്ടി ജീവിതത്തെ ഒന്ന് മാറ്റിമറിക്കാവോ? നീ സന്തോഷിക്കും, നീ അനുഗ്രഹിക്കപ്പെടും, നീ സ്വർഗത്തിലെത്തും. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. ഈശോയെ, നിന്റെ വചനത്തിന് വില നൽകുവാനായിട്ട്, നൽകപ്പെട്ടിട്ടുള്ളതെല്ലാം മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. നിന്റെ നാമത്തിൽ ഈ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ, സകലവിധ നന്മകൾ കൊണ്ട് നിറയപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. Honey.